തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്തിയതിന് പിന്നാലെ ബദൽ സംഗമം നടത്തിയിരിക്കുകയാണ് ബി.ജെ.പി. വലിയ വിമർശനവും സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നു. ഈ ബി.ജെ.പിയുടെ ബദൽ സംഗമത്തെ എങ്ങനെയാണ് കാണുന്നത്? എന്തായാലും ബി.ജെ.പി. കൊള്ളാം. വന്ന് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത ആള് അണ്ണാമല ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ്. രാഷ്ട്രീയമായ വൈരാഗ്യം മൂലം ഇടതുപക്ഷ വിരോധത്തിന്റെ 18ാം പടിയും കയറിയപ്പോൾ എന്നെല്ലാമാണ് ബി.ജെ.പി. കാട്ടിക്കൂട്ടുന്നത്. ദൈവമില്ലെന്ന് പറഞ്ഞവർ ഭഗവത്ഗീതയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം. ഭഗവത്ഗീതയെ പറ്റി ക്ലാസ് എടുക്കാൻ പാടില്ല. ഏതിനെ പറ്റി ക്ലാസ് എടുക്കാം? ഏത് വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന വിഷയം. ഞങ്ങൾ ഗീതയെപ്പറ്റി പറയാറുണ്ട്. ഞങ്ങളുടെ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മം വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അധർമ്മം വിജയിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ അംശത്തിൽ ഞങ്ങൾ അത് പറയേണ്ടി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഗീതയെപ്പറ്റി പറയും. അയ്യപ്പന്റെ വിഷയം വരുമ്പോഴൊക്കെ അത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്നൊരു ആരോപണമുണ്ടോ? അയ്യപ്പൻ ബി.ജെ.പിയുടെ മുതലെടുപ്പിന് ചട്ടുകൊന്നുമല്ല. അയ്യപ്പനാണ്. ഏറ്റവും അധികം ജനങ്ങളെ അടുപ്പിച്ചു നിർത്തിയ ഒരു ദൈവസങ്കല്പമാണ് അയ്യപ്പൻ. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇല്ലേ വേറെ കാര്യം. പക്ഷേ വിശ്വാസികൾക്ക് അയ്യപ്പൻ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഈശ്വര സങ്കല്പമാണ്. ആ അയ്യപ്പനെ ബി.ജെ.പി. തട്ടിക്കൊണ്ടുപോയി വർഗീയ ഭ്രാന്തിന്റെയും ജാതിക്കുശുമ്പിന്റെയും വർണ്ണമതത്വത്തിന്റെയും സവർണാധിപത്യത്തിന്റെയും എല്ലാം ഒരു തടവിലാക്കാൻ ശ്രമിച്ചാൽ അത് അയ്യപ്പൻ പൊറുക്കില്ല. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അയ്യപ്പൻ തന്നെ അതിന് സമ്മതിക്കില്ല എന്നാണ്. എല്ലാ തട്ടിപ്പിനും ഞങ്ങളെതിരാ. അയ്യപ്പനെ റാഞ്ചാൻ വേണ്ടി ബി.ജെ.പി. ശ്രമിച്ചാൽ ഞങ്ങൾ പറയും റാഞ്ചാൻ പാടില്ല. അയ്യപ്പനെ വിട്ടുകൊടുക്കുക. ആർക്ക്? വിശ്വാസികൾക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്. അയ്യപ്പനെ തട്ടിക്കൊണ്ടുപോകാൻ ബി.ജെ.പി. ശ്രമിക്കുന്നു, പക്ഷേ അത് നടക്കില്ല. അതിന് വിശ്വാസത്തിന് സംരക്ഷണം ഒരുക്കിയാണ് LDF സർക്കാർ ചെയ്യുക എന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചിരിക്കുന്നത്.